ലേഡീസിന് KSRTC ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുക. ലേഡീസ് കംപ്ലീറ്റ് ഇടിച്ചു കയറും. ഇപ്പോൾ തന്നെ KSRTC നഷ്ടത്തിൽ പോകുന്ന KSRTC എങ്ങനെ ഇത് സൗജന്യ യാത്ര കൊണ്ട് നമുക്കത് പിടിച്ചിരിക്കാൻ പറ്റും? അത് ശരിക്കും ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത്. അത് പൊള്ളയായ വാഗ്ദാനം. അത് നടപ്പിലാക്കാനായിട്ട് കോൺഗ്രസ് എന്നല്ല ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. BJP 3 സീറ്റ് പിടിച്ചു. ഇപ്പോൾ നേമത്താണെങ്കിലും വിജയിച്ചത് അവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരുടെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ്. കാരണം നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടും ചെറുപ്പക്കാർ സത്യമാണെങ്കിലും നുണയാണെങ്കിലും അതൊന്ന് അടിച്ച് ഏൽപ്പിക്കാനായിട്ട് ചന്ദ്രശേഖരന് സാധിച്ചു. എൻ്റെ ഒരാഗ്രഹം VD സതീശൻ വരണമെന്ന് തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഈ മുഴുവൻ MP-മാരെയും മന്ത്രിമാരാക്കണ്ടേ. ചേട്ടാ, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? VD സതീശൻ. അതിൻ്റെ കാരണം എന്താണ്? കാരണം 5 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് കോൺഗ്രസ് നയിച്ചുകൊണ്ട് പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിലും അദ്ദേഹമാണ് ഈ കോൺഗ്രസ്സിനെ നയിച്ചതും ഈ കൂടുതൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനൊക്കെ നേടാൻ മുന്നിട്ടിറങ്ങിയതും കോൺഗ്രസ്സിന് നല്ലപോലെ നയിച്ചത് അദ്ദേഹം തന്നെയാണ്. അതുപോലെ എല്ലാ ഇലക്ഷനുകളിലും അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രചരണവും പരിപാടികളും, അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൻ്റെ വർഗീയതയില്ല. അതാണ് ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത്. വർഗീയതയ്ക്കെതിരെയാണ് അദ്ദേഹം പോരാടുന്നത്. അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ വർഗീയത, അതായത് പല രീതിയിലുള്ള വർഗീയ ഇടപെടലുകളും ഭരണത്തിനകത്തുണ്ടാവും. അദ്ദേഹമാണ് വർഗീയത ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇത്രയും വർഷം, അപ്പോൾ അതിന് കഴിഞ്ഞ 5 വർഷം രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു? ആ 10 വർഷം തുടർച്ചയായിട്ട് LDFന് ഭരണം കൊടുത്തു. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് LDFനെ തോൽപ്പിച്ച് UDFനെ നല്ല നിലയിലേക്ക് നയിക്കാൻ സതീശന് സാധിച്ചു. അദ്ദേഹം തന്നെ ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ജനങ്ങൾക്കിടയിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുമ്പം, അതായത് VD സതീശൻ, അതായത് കോൺഗ്രസ് നല്ല രീതിയിൽ വിജയിച്ചു, പക്ഷേ അത് കോൺഗ്രസിൻ്റെ വിജയമല്ല, പിണറായി വിരുദ്ധ വികാരമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? അത് ഒരു പരിധിവരെ ശരിയാണ്. പിണറായിക്ക് എതിരായിട്ടുള്ളൊരു വിജയം തന്നെയാണ്. കാരണം വളരെ മോശം ഒരു ഭരണമായിരുന്നു. ഈ ശബരിമലയിലെ കൊള്ള, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് ഇപ്പോൾ VD സതീശൻ ഒരു നല്ല മനുഷ്യനും കൂടിയാണ്. ആ ഒരു ഇതുകൊണ്ടാണ് കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ BJP ജയിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിനെ ജയിപ്പിക്കാനുള്ള കാരണം VD സതീശനെ കണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൊടുത്തതും അധികാരത്തിൽ കയറണമെന്നും ആഗ്രഹിച്ചത്. ഈ കേന്ദ്രത്തിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതാക്കന്മാരുടെ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല. അതെൻ്റെ ഒരാഗ്രഹം VD സതീശൻ വരണമെന്ന് തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഈ മുഴുവൻ MP-മാരെയും മന്ത്രിമാരാക്കണ്ടേ. കുറേ പേര് മത്സരിക്കാൻ ആഗ്രഹിച്ചു. അതിലിപ്പം ഇയാൾ എന്താണ്, നമ്മുടെ വേണുഗോപാൽ മാത്രമാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ മറ്റുള്ളവരെയും കൂടെ ആക്കണം, മന്ത്രിമാരാക്കണം. അപ്പോൾ പിന്നെ എന്തിനാ അത് തന്നെയല്ല, കേരളത്തിന് വലിയൊരു നഷ്ടമല്ലേ. ഇപ്പോൾ ഒരു പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നടക്കണം, പിന്നെ നിയമസഭയിലേക്ക് ഒരു ഇലക്ഷൻ നടക്കണം, ഒരാൾ രാജിവെക്കണം. എന്തെല്ലാം ബുദ്ധിമുട്ടാണ്, എന്തിനാ ഈ പാട് കഴിക്കണം? അദ്ദേഹത്തിന് നല്ല അവിടെ സ്ഥാനം കേന്ദ്രത്തിലുണ്ട്. കേന്ദ്രത്തിൽ വലിയൊരു നേതാവാണ്. അതുമായിട്ട് തുടർന്ന് ഇനി ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഭരണം നടത്താനുണ്ട്. ഈ പെട്ടെന്നെങ്ങാനും BJP താഴെ വീണാൽ അവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരുവാണെങ്കിൽ വീണ്ടും ഇയാൾ രാജിവെച്ച് അങ്ങോട്ട് പോകും. അതൊക്കെ ശരിയായ തീരുമാനമൊന്നുമല്ല. നല്ലത് VD സതീശൻ തന്നെ വരണമെന്നുള്ളതാണ്. അപ്പോൾ VD സതീശൻ തന്നെ പറഞ്ഞൊരു കാര്യം, തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോലും ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് നല്ല തീരുമാനം, അതാ വേണ്ടത്. വേറൊരു MLA ആയിട്ട് തന്നെ ഇരിക്കുക, രാഷ്ട്രീയത്തിൽ തുടരാമല്ലോ അദ്ദേഹത്തിന്, അത് മതി. അപ്പം കോൺഗ്രസിൻ്റെ വാഗ്ദാനങ്ങൾ, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാം, ഇൻഷുറൻസ്, പലിശരഹിത വായ്പ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് KSRTCയിലെ നടപ്പുള്ള ഒരു തീരുമാനമാണെന്ന് തോന്നണില്ല. അവർക്ക് ശ്രമിച്ചു നോക്കാം നടത്താൻ പറ്റുമോ എന്നുള്ളത്. പറ്റിയില്ലെങ്കിൽ നിർത്തിവെക്കേണ്ടി വരും. അപ്പം മുന്നോട്ടുള്ള UDFൻ്റെ ഒരു ഭരണത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? നന്നാവേണ്ടതാണ്. കാരണം 10 വർഷം പുറത്തിരുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊരു പഠിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. തുടക്കത്തിൽ തന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അവർ നന്നായിട്ട് ഭരിച്ചാൽ നല്ലതായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ഇനി, അത് ചെയ്യുമായിരിക്കും. ചേട്ടാ, നമ്മുടെ
കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയത്തോടെ വിജയിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് ആരെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി? ഇതിനുമ്പ് പറഞ്ഞില്ലേ, വൻ വിജയത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ വൻ വിജയത്തോടുകൂടി അധികാരമുള്ള ഏറ്റവും വലിയ കാരണം വെച്ചാൽ VD സതീശൻ്റെ നിസ്വാർത്ഥമായ സേവനവും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി മരിച്ച് പണിയെടുത്തതിൻ്റെ പരിണതഫലമായിട്ടാണ് കോൺഗ്രസ് ഈ 102 സീറ്റ് മേടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇനി മറ്റൊരാളെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം പട നയിച്ചവൻ കേരളത്തെ നയിക്കണം. ഗാലറിയിലിരുന്ന് കളി കണ്ടവൻ ഗാലറിയിൽ നിന്ന് കളി കാണുക തന്നെയാണ് നല്ലത്. കോൺഗ്രസ് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇനിയും പഴയ LDFൻ്റെ ഭരണകാലം വരെ ഒരു 10 വർഷമൊക്കെ ഭരിക്കണേ സാധ്യത തീർച്ചയായിട്ടും VD സതീശൻ തന്നെ വേണം. കാരണം പുള്ളിക്ക് നല്ലൊരു കാഴ്ചപ്പാടും പിന്നെ മറ്റുള്ള ജാതിയുടെ ഇല്ലെങ്കിൽ മതങ്ങളുടെ ഒന്നും സപ്പോർട്ടില്ലാതെ തന്നെ പുള്ളിയുടെ നിലപാടും പാർട്ടി വിജയിക്കണം എന്നുള്ള ആ നിശ്ചയദാർഢ്യത്തോടുള്ള പെരുമാറ്റത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് കിട്ടിയ വിജയം. അപ്പോൾ തീർച്ചയായിട്ടും VD സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണം. ഇപ്പം കോൺഗ്രസ് അധികാരത്തിലേറുന്നതിന് മുമ്പ് നടത്തിയ പ്രചാരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി അതിലാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്രയാണ്. അപ്പോൾ അത് ഫലവത്താകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും പക്കാ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാരൊക്കെ ആയിരുന്നു. ഒരിക്കലും UDFൻ്റെ ആ നയം നടപ്പിലാവില്ല. കാരണം ലേഡീസിന് KSRTC ബസ്സിൽ സൗജന്യ യാത്ര കൊടുത്താൽ ലേഡീസ് കംപ്ലീറ്റ് ഇടിച്ചു കയറും. ഇപ്പോൾ തന്നെ KSRTC നഷ്ടത്തിൽ പോകണ KSRTC എങ്ങനെ ഇത് സൗജന്യ യാത്ര കൊണ്ട് നമുക്കത് പിടിച്ചിരിക്കാൻ പറ്റും? അത് ശരിക്കും ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത് പൊള്ളയായ വാഗ്ദാനം. അത് നടപ്പിലാക്കാനായിട്ട് കോൺഗ്രസ് എന്നല്ല ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പം ക്ഷേമ പെൻഷൻ ആണെങ്കിലും 2000 നിന്ന് 3000 ആക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഫലവത്താവും തോന്നുന്നത്? അതൊക്കെ വേണമെങ്കിൽ ആക്കാം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്ത് ആക്കാൻ പറ്റും. KSRTC പോലെയല്ല. അതാക്കുന്നതിന് നമ്മളൊന്ന് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാക്കാൻ പറ്റും. അതിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പം UDF വിജയിച്ചതിന് ശേഷം കൂടുതൽ നടന്നൊരു പ്രചാരണം എന്ന് പറയുന്നത് BJP UDF തമ്മിലുള്ള ഒരു ഒത്തുകളി എന്നുള്ളൊരു അതാണ് UDFൻ്റെ വിജയത്തിന് കാരണമെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ്? അതൊക്കെ വെറും തെറ്റായ ധാരണ. ഇപ്പോൾ ഞാൻ പറയാം, ഒരു ദേശീയ പാർട്ടിയാണ് BJP. ഞാൻ BJPക്ക് എതിരാണ്, എന്നാലും ദേശീയ പാർട്ടിയാണ് BJP. BJP 3 സീറ്റ് പിടിച്ചു. ഇപ്പോൾ നേമത്താണെങ്കിലും വിജയിച്ചത് അവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരുടെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ്. കാരണം നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടും ചെറുപ്പക്കാർ സത്യമാണേലും നുണയാണേലും അതൊന്ന് അടിച്ച് ഏൽപ്പിക്കാനായിട്ട് ചന്ദ്രശേഖരന് സാധിച്ചു. അപ്പോൾ കൂടുതലും ചെറുപ്പക്കാർ പിള്ളേരും വരുന്ന തലമുറ അവിടെ നേമത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമാണ്. അപ്പോൾ ഈ VD സതീശനെ പോലെയുള്ള ആളായിരുന്നില്ല നേതൃത്വത്തെങ്കിലെങ്കിൽ BJP ഇതിൽ കൂടുതൽ സീറ്റ് പിടിച്ചുകൊണ്ട് പോയാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം മുന്നോട്ടുള്ള UDFൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മുന്നോട്ടുള്ള UDFൻ്റെ ഭരണത്തെ നല്ല രീതിയിൽ തന്നെ UDFന് ഭരിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല നേതൃത്വം വരുവാണെങ്കിൽ. വേറെ ഞാൻ പറഞ്ഞല്ലോ, ഗാലറിയിൽ കളി കണ്ടിരുന്നവനെ കളത്തിലിറക്കി കളിച്ചു കഴിഞ്ഞാൽ